അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഒരു രസം വെക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് ചോറ്റിക്കുള്ള കറി അതാണ്. ഒന്നുമില്ല, അപ്പോൾ രസം വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉണക്കൽ അവിടെ പൊരിച്ചതുണ്ട്. അപ്പോൾ അതും കുറച്ച് 2 മാങ്ങ ഉണ്ട്, അതായിട്ട് പച്ചടിയാണ് വെച്ചാൽ അതാണ് ആക്കാമെന്ന് എഴുതിങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ആ പച്ചടി നമ്മളവിടെ ചീകി വെച്ചിക്കണ്. അപ്പോൾ അതാണ് കടർത്തുങ്ങാണ്ടേ അതാണ് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് രസത്തേക്കുള്ള അരക്കാൻ എഴുതിയിട്ട്. അപ്പോൾ അതാ പച്ചടിക്കുള്ള കടുകും ഉണക്കൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുങ്ങാണ്ടേ അതാണ് പൊട്ടിച്ചിക്കണ്. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അതൊന്നും ഇളക്കിങ്ങാണ്ട് അതിക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിങ്ങാണ്ട് അതാണ് വേവിച്ചിങ്ങാണ്ട് അതിൻ്റെ പണിയാണ് കഴിച്ചാൽ രസമൊക്കെ നിൽക്കാമെന്ന് എഴുതിയിട്ടാട്ടോ. അപ്പോൾ അതാ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് അതൊന്ന് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക. അതന്നെ പച്ചടി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മാങ്ങ കിട്ടി അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അല്ല സാമ്പാറും വെക്കും. സാമ്പാറിലിട്ട് തിന്നാനും ഇഷ്ടമാണ്, മാങ്ങ ഇങ്ങനെ തിന്നാനും ഇഷ്ടമാണ്. മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് പച്ചക്ക് തിന്നാനോ പോത്ത് തിന്നാനോ ഒന്നും പറ്റില്ല മക്കളെ. പല്ല് പുളിച്ചിട്ട് നിൽക്കൂല അങ്ങോട്ട് പറയാൻ. അതിക്കതാ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒന്ന് നല്ലോണം ഇളക്കിയിട്ടേ ഒന്നും ലൂസാവും. അപ്പോൾ ആ ലൂസായതും കൂടി ഒന്നും ഇങ്ങോട്ട് ടൈറ്റ് ആയതിന് ശേഷം ഓഫാക്കുക. അത്ര തന്നെ ഉള്ളൂ. നമുക്ക് മാങ്ങ തിന്നാൻ പറ്റാത്തതുകൊണ്ട് മാങ്ങയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പൗത്ത മാങ്ങ തിന്നുമ്പോൾ കടിച്ച് ചീമ്പി തിന്നണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റൂല, പല്ല് പൊളിച്ചു. പിന്നെ ചോറും കൂടി ഒന്ന് ചമച്ച് തിന്നാൻ പറ്റൂല. ഇനി അതന്നെ കറിയിൽ കുറച്ച് ഉപ്പ് ഏറിയാലും നമുക്ക് പുളി ഏറിയാലും അതന്നെ അവസ്ഥ. നമുക്ക് ചമച്ച് തിന്നാൻ പറ്റൂല, ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പണി അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലോണം ടൈറ്റ് ആയിക്കണ്. രസം വെക്കുമ്പോൾ ചോറ് കുറച്ച് നല്ലോണം ഒന്ന് വേകണം, രസം കുഴച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള ചോറും അവിടെ വേണുണ്ട്. ഇനി നമ്മളിതിൻ്റെ അരച്ചുകൊണ്ടിട്ട് കേട്ടോ. ആദ്യം കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, അത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചിങ്ങാണ്ടേ അതിക്ക് കുറച്ച് 2 ഉപ്പും ഇട്ട് കൊടുക്കുക അരക്കുമ്പോൾ. ഇതാ കണ്ടില്ലേ? ഇനി അതിക്ക് 2 ഉപ്പ് കൊണ്ടിട്ടെ എന്നിട്ട് അതുകൊണ്ട് അരച്ചു കൊണ്ടിട്ടെ. അത്യാവശ്യം കുറച്ച് നല്ല ഉപ്പ് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതാ അരച്ചു കൊടുക്കണം. നോക്കാണി നല്ലോണം പൊടിഞ്ഞിക്കണം. ഇനി വെളുത്തുള്ളി ഒന്നിങ്ങോട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറ്റും അരയും. അപ്പോൾ അതും അവിടെ കൊടുന്നിക്കണം. നമ്മൾ പുളി പീഞ്ഞ വെള്ളത്തേക്കാണ് തക്കാളി നൗണ്ടി പീഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ലോണം കൈ കൊണ്ട് നൗണ്ടിക്കണം, കാരണം നല്ല പഴുത്ത തക്കാളിയാണ്. പഴുപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ മിക്സിയിൽ തന്നെ ഒരടി കൊണ്ട് അടിച്ചെടുക്കും കേട്ടോ. പക്ഷേ അതിന് ടേസ്റ്റ് വേറെയാണ്. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നൗണ്ടി എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ അതാ രസത്തേക്കുള്ള ഇത് ഉണക്കൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കടുവൊക്കെ ഇട്ട് അതാണ് പൊട്ടിച്ചിരിക്കണത്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് കൊടുന്ന കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഇത്ര മാത്രമേ ഇടുള്ളൂ കേട്ടോ. അല്ലാതെ ഇതിലേക്ക് വേറെ ഒന്നും ഇടൂലേ. അതിലൊരു കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു, അതയക്കാൻ തട്ടിയിട്ടതാണ്. ഇനി കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. പെരുങ്കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ അതും അയക്കാൻ ഇട്ടു. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ നല്ലോണം ഒന്നിട്ട് ഇളക്കിങ്ങാണ്ട് മിക്സ് ആക്കിയിട്ടേ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിങ്ങാണ്ട് നമ്മൾ ആ നൗണ്ടി പിഴിഞ്ഞ് വെച്ച പുളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചെടുത്തുങ്ങാണ്ടേ അതവിടെ വെക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ മക്കളെ രസത്തിൻ്റെ പണി. രസത്തിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട്
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും, അത് ആ കമൻറ്റ് ബോക്സിൽ അവിടെ എഴുതിക്കൊണ്ടേയും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തെങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് കാണുകൊണ്ടിട്ടോ മക്കളെ. അപ്പോൾ അതാ രസത്തിൻ്റെ പണി ഇവിടെ കഴിയാൻ പോവുകയാണ്. രസം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഒന്നും തിളക്കുമ്പോൾ അതിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി അവിടെ ഒഴിച്ചിങ്ങാണ്ട് അതവിടെ മൂടി വെച്ചാൽ മതി. അത്ര തന്നെ ഉള്ളൂ. തിളക്കരുത് കേട്ടോ. അങ്ങനെ വരുന്നോട് കൂടെ ഓഫാക്കിങ്ങാണ്ടേ ആ വെള്ളം ഒഴിച്ചാണ്ട് വേഗം ഓഫാക്കിയാണ്ടാണ് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതാ തള വരാൻ പോകുന്നുണ്ട്. തള വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ഒഴിക്കട്ടെ. അത്ര തന്നെ ഉള്ളൂ. ആ മൂടി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.